ഇത് ഹാഷ് പ്രൂൺ ചെയ്ത മരങ്ങൾ ഒരു 1.5 മാസം കൊണ്ട് ജസ്റ്റ് 1 മാസം കഴിഞ്ഞിട്ട് 1.5 മാസം ആയിട്ടില്ല, അതിനു മുമ്പ് തളിർത്ത് വന്നിരിക്കുന്നതാണ്. ഇതേപോലെ ഫുള്ളായിട്ട് തളിർത്ത് വരും ഹാഷ് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ. ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ, ഒരു വർഷത്തേക്ക് കായ ഉണ്ടാവില്ല. അടുത്ത വർഷം ഈ ശിഖരങ്ങളിലൊക്കെ കായ ഉണ്ടാവും. പിന്നെ ഇപ്പോൾ ഇതിൽ അത്യാവശ്യം ഒന്ന് വളം ചേർത്താണെങ്കിൽ ഈ ശിഖരങ്ങളൊക്കെ നന്നായിട്ട് അങ്ങോട്ട് പൊടിച്ച് വലിയ മരങ്ങളാവും. വലിയ മരങ്ങളല്ല, വലിയ കൊമ്പുകളാവും. കണ്ടോ? അപ്പോൾ അതിനുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മൾ ഇവിടെ ഒരു 10-60ഓളം മരങ്ങൾ നമ്മൾ വെട്ടിക്കളഞ്ഞു. ഇവിടെ റീപ്ലാന്റ് ചെയ്യാൻ പോവാണ്. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് റീപ്ലാന്റ് ചെയ്യാൻ പോകണം. അപ്പോൾ അതിൽ 60 മരം വെട്ടിക്കളഞ്ഞതിൽ ഒരു 30 മാത്രമേ നമ്മൾ റീപ്ലാന്റ് ചെയ്യണുള്ളൂ. ബാക്കി ഇങ്ങനെ കുറച്ച് മരങ്ങൾ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഫാം ഹൗസിൻ്റെ വീടിനോട് ചേർന്നും കുറച്ച് മരങ്ങൾ നമ്മൾ നിർത്തിയിട്ടുണ്ട്. അത് ഇതേപോലെ തളുത്ത് വന്നിട്ടുണ്ട്. നമുക്കതൊരു പരീക്ഷണം കൂടിയിട്ടാണ്. എന്തായാലും ഒരു വർഷം, അടുത്ത വർഷത്തേക്ക് ഇതിൽ കാര്യമായിട്ട് കായ ഉണ്ടാവില്ല. ചിലപ്പോൾ ചില കൊമ്പുകളുണ്ടാവും, വട്ടം വെട്ടിയൊക്കെയിൽ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ കുറവാണ്. ഈ റംബൂട്ടാൻ എന്ന് പറയുന്നത് പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് തന്നെ തൈയിൽ കുറച്ച് ഇലകൾ നിർത്തിയിട്ട് കൊമ്പുകൾ മുറിച്ച് കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം വലിയ ചെടിയിലേ മുറിക്കാൻ പറ്റുള്ളൂ. ഒരു ബെഡിങ് കഴിഞ്ഞ ഒരു 1.5 വർഷം കഴിഞ്ഞിട്ടുള്ള ചെടിയിൽ മാത്രമാണ് നമുക്ക് തൈ നടുന്ന സമയത്ത് പ്രൂൺ ചെയ്തിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റുള്ളൂ. ചെറിയ ചെടിയിൽ വയ്ക്കരുത്. അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ബുഷാക്കിയും ഹൈറ്റും ക്രമീകരിക്കൽ ചെറുപ്പത്തിൽ തന്നെ നമുക്ക് തുടങ്ങാൻ പറ്റും. നമ്മൾ അങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ട്. E35 എന്ന് പറഞ്ഞാൽ മഞ്ഞ റംബൂട്ടാൻ്റെ കൊമ്പ് വട്ടം വെട്ടിയതാണ്. അത് പിന്നെ നന്നായിട്ട് തളിർത്ത് വരുന്നുണ്ട്. ഇതും ഈ പറഞ്ഞ മാതിരി അടുത്ത വർഷം ഇതിൽ കായ ഉണ്ടാവാൻ സാധ്യതയില്ല. പിന്നത്തെ വർഷം ഉണ്ടാവുള്ളൂ. എന്ന് വെച്ചാൽ അടുത്ത ജനുവരിയാണ് സീസൺ, പിന്നത്തെ ജനുവരിയിലുണ്ടാവും. വട്ടം വെട്ടിയത് കുറച്ച് നല്ലതൊക്കെ തന്നെയാണ്, പക്ഷെ നമുക്കൊന്ന് ബുഷ് ക്രമീകരിക്കും. ഞാൻ 40 അടിയോളം ഉയരത്തിൽ നിന്നാണ് ഇതേപോലെ ഒരു 15 അടി 16 അടിയിലേക്ക് ഉയരം ക്രമീകരിച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു 4 അടി കൂടി 20 അടിയിൽ നമുക്കിത് ക്രമീകരിക്കാൻ പറ്റും. ഒപ്പം തന്നെ നമ്മൾ ഒരു 60ഓളം മരം വെട്ടിക്കളഞ്ഞെടുത്ത് 30ഓളം മരങ്ങൾ വെച്ചിട്ട്, അപ്പോൾ ബാക്കി അപ്പുറത്തെ സെക്ഷനിൽ നമ്മൾ ഏകദേശം ഒരു 10-70 മരം നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു 150 മരത്തിൻ്റെ ഒരു ആവശ്യം നമുക്കുള്ളൂ. അത് നന്നായിട്ട് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഈ വട്ടം വെട്ട് എന്ന് പറയുന്നത് നല്ലതാണ്. കൃത്യമായ സമയത്ത് വട്ടം വെട്ട് എന്ന് പറഞ്ഞാൽ ഹാഷ് പ്രൂണിങ്, അത് കൃത്യമായിട്ട് അറിയണം. അതിനെപ്പറ്റി ഒന്ന് അറിയണം, ആ രീതിയിൽ ചെയ്യണം. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ എനിക്ക് വിളിച്ചോളൂ. വൈകുന്നേരം രാത്രി 8:30-ക്ക് ശേഷം വിളിച്ചാൽ കുറച്ച് സൗകര്യമായി. ഞാൻ പറയാറുണ്ട്, എന്നാൽ കൂടി കുറേ ഫോൺ വിളികളൊക്കെ വരാറുണ്ട്. അപ്പോൾ അവർക്ക് ഞാൻ മറുപടികളും കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ പാനിക്കുള്ളത്തെ എക്സ്പീരിയൻസാണ്. അപ്പോൾ അത് ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.